ഫൗണ്ടേഷന്റെ പരിധിയിൽ രൂപീകരിച്ചിട്ടുള്ള ജൈവ കൃഷിക്കൂട്ടമായ പൈതൃകം കൃഷിക്കൂട്ടം. ആ കൃഷിക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് നമ്മുടെ ഏറെ ബഹുമാന്യായ ശ്രീമതി പി ഭുവനേശ്വരി അവറുകളാണ്. ഏറ്റവും തനതായ രീതിയിൽ ജൈവ കൃഷി നടത്തി സംസ്ഥാനത്തിന് മാതൃകയായിട്ടുള്ള ശ്രീമതി പി ഭുവനേശ്വരിയുടെ ജൈവ കൃഷിയിടത്തിൽ പൈതൃകം കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പാഠം 1 പാടത്തേക്ക് എന്ന പദ്ധതി പ്രകാരം സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് എലപ്പുള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും തേനാരി ഗവൺമെന്റ് ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികളെ കൊണ്ട് ജൈവ നെൽകൃഷിയുടെ നടീൽ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയിൽ തൽപരത വളർത്തുക, ജൈവ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക, നാളേക്ക് കരുതലായി നെൽകൃഷി അവരുടെ കൈകളിലേക്ക് സുരക്ഷിതമായി ഏൽപ്പിച്ചു കൊടുക്കുക തുടങ്ങിയ മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സാർ അവറുകളാണ് ഈ നടീൽ ഉത്സവം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത്. ഈ പരിപാടിക്ക് ശേഷം നമ്മുടെ എലപ്പുള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഇതര പരിപാടികളുമുണ്ട്. ഏറെ ബഹുമാനത്തോടുകൂടി ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MLA ആയിട്ടുള്ള ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ പ്രഭാകരേട്ടൻ എന്ന് തന്നെയാണ് സംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ട MLA അദ്ദേഹവും ഈ പരിപാടിയുടെ അധ്യക്ഷതയായി വഹിക്കുന്നതിന് ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൃഷി വകുപ്പിലെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥർ, എല്ലാത്തിനുമുപരി സ്കൂളില് ഞങ്ങളവിടെ കൃഷി പാഠം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട അധ്യാപകർ, ഏവരെയും ഈ പരിപാടിയിലേക്ക്, മാധ്യമപ്രവർത്തകർ എല്ലാവരും ഉണ്ട്, ജനപ്രതിനിധികൾ അടക്കമുള്ള ഏവരെയും ഈ പരിപാടിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ ഏറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട MLA ശ്രീ പ്രഭാകരൻ അവരെ ക്ഷണിച്ചുകൊണ്ടു. കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരവുമായി ആദരണീയനായ പ്രഭാകരേട്ടൻ, ആദരണീയായ ശ്രീമതി ഭുവനേശ്വരി അമ്മ, ഇവിടെയുള്ള മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റടക്കമുള്ള ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഇന്നത്തെ VIP-കളായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ബഹുമാന്യരെ, കാര്യങ്ങളെല്ലാം നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കേരളത്തിൽ കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതൊരു തുടക്കമായിരുന്നു, ആദ്യ പരിപാടിയായിരുന്നു അങ്ങനെ തീരുമാനിക്കുന്നത്. 10,000 കൃഷിക്കൂട്ടം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ആലോചിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 25,000-ഓളം 23,000-ന് മുകളിൽ കൃഷിക്കൂട്ടങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ കൃഷിക്കൂട്ടങ്ങളുടെ മുൻകൈയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് കേരളത്തിൽ പുതിയ അനുഭവമാണ്. അഗ്രികൾച്ചർ 2ആയിട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ വിശദാംശങ്ങൾ പറയല്ലെങ്കിൽ പോലും പ്രൈമറി അഗ്രികൾച്ചറും സെക്കൻഡറി അഗ്രികൾച്ചറും എന്നാണ് പൊതുവെ പറയുന്ന ഒരു കാര്യം. പ്രൈമറി അഗ്രികൾച്ചർ നമ്മൾ ഈ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നം ഉണ്ടാക്കുന്നതാണ്. സെക്കൻഡറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അത് സംസ്കരിക്കുക എന്നിവയാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭ്യമാവുന്നത് ഈ സെക്കൻഡറി അഗ്രികൾച്ചറിനാണ്. ശരിക്കും കൃഷിക്കാരന് ആനുകൂല്യം കിട്ടാത്തത് ഈ സെക്കൻഡറി അഗ്രികൾച്ചറിൽ നിന്നാണ്. കാരണം കർഷകനല്ല ഒരിക്കലും ഈ സംസ്കരണത്തിന്റെയും മൂല്യവർദ്ധനത്തിന്റെയും കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പൊ കൃഷിക്കാരന് നല്ല വരുമാനം കിട്ടണമെന്ന് നമ്മൾ വെറുതെ നടന്ന പ്രസംഗത്തിനും അല്ലെങ്കിൽ മറ്റു കഥയില്ല. അവരെയും കൂടി സെക്കൻഡറി അഗ്രികൾച്ചറിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കർഷകന് നല്ല വരുമാനം കിട്ടുള്ളൂ. എനിക്കതിന് ഒരുപാട് കഥകൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സമയത്തുകൊണ്ട് ഞാൻ പറയുന്നില്ല, അടുത്തടുത്ത് ഞാൻ പറഞ്ഞുള്ളത്. പക്ഷെ ഇവിടെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ജൈവ കൃഷി അതെനിക്ക് അത് ഒരു വാചകം അത് പറയണമെന്നുണ്ട്. കാരണം പ്രഭാകരേട്ടൻ ഞങ്ങളെല്ലാം കൂടാണ് ആദ്യം ആയിട്ട് ഈ വീട്ടിലേക്ക് വരുന്നത്. അത് പിന്നെ ശ്രീമതി ഭുവനേശ്വരി അമ്മയ്ക്ക് കർഷകശ്രീ അവാർഡ് ലഭ്യമായ അവസരത്തിലാണ്. അപ്പോൾ എന്നോട് പാലക്കാട് ചോദിച്ചു ഇങ്ങോട്ടേക്ക് പോകുന്നു. എനിക്കൊരു ധാരണയില്ല, എന്താണെന്നും ഇല്ല, എൻ്റെ പ്രോഗ്രാമിലും ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനത് ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് എന്തെങ്കിലും പറഞ്ഞു ഇങ്ങനെയാണ് അവാർഡ് കിട്ടിയത്. അന്ന് രാവിലത്തെ പത്രം ഞാൻ മൊത്തം പത്രത്തിൽ വായിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മറ്റു പത്രങ്ങൾ ഉണ്ടായാലും മനോരമയ്ക്കകത്താണ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കതൊരു ധാരണയില്ല. അന്നത്തെ നേരത്തെ ഉണ്ടായിരുന്ന, പക്ഷെ അന്നത്തെ കർഷകശ്രീയുടെ ഫ്രണ്ട് പേജ് അന്ന് കവർ ഫോട്ടോ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവാർഡ് കിട്ടി എന്നറിഞ്ഞപ്പോൾ എന്നാൽ പോകാൻ തീരുമാനിച്ചപ്പോൾ വഴിക്ക് വെച്ച് ഞങ്ങൾ ഈ എത്തുമ്പോഴേക്കും പ്രഭാകരേട്ടനെയും അവിടുന്ന് പ്രഭാകരേട്ടൻ ഞങ്ങളെല്ലാം യാദർച്ഛികമായിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടി പ്രഭാകരേട്ടന് പിന്നെ മുൻപിൽ ഞാൻ പുറകിലുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് തന്നെ ഞങ്ങൾ ഇവിടെ എത്തുകയും ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്ന് കയറുകയും ചെയ്യുന്നത് വളരെ വലിയൊരു അനുഭവമായിരുന്നു. നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ജൈവ കൃഷിയാണ്
ഈ ചേച്ചി ഇവിടെ കൃഷി ചെയ്യുന്നത് എന്ന് അറിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടായി. എല്ലാവരും പറയും എന്ത് ജൈവ കൃഷി, വല്ല ഗുണമുണ്ടോ അതിന്? ഇതിൽ 5 കൊല്ലത്തെ ആദ്യത്തെ നഷ്ടം ആര് സഹിക്കും? 5 കൊല്ലം നഷ്ടമാണെന്ന് ആര് പറഞ്ഞു? എവിടെയാണ്? ഒന്നുമില്ല. പക്ഷെ നമ്മൾ കേൾക്കുന്ന അങ്ങ് പറയുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന ഒരാൾ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ആദരവുണ്ട്. അന്ന് തുടങ്ങിയ ബന്ധം ഈ നിമിഷം വരെയും ഒരു വല്ലാത്തൊരു സൗഹൃദമല്ല, അപ്പുറത്തേക്കൊരു ആത്മബന്ധം ഈ കുടുംബവുമായിട്ടും ഈ കുടുംബ അംഗങ്ങളുമായിട്ടും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ. ഞാൻ പക്ഷേ സത്യത്തിലൂടെ വരുമ്പോൾ അറിയില്ല എനിക്ക് ഇങ്ങനെ പാടത്തേക്ക് ഇറങ്ങുക എന്നൊക്കെയുള്ള പരിപാടിയാണെന്ന്. ഞാനതുകൊണ്ട് രാവിലെ എല്ലാം ടിപ്പായിട്ട് പൊക്കുന്ന ഉള്ളതൊക്കെ വെച്ച് ഞാൻ വളരെ ടിപ്പായിട്ട് ഇറങ്ങി വന്നതാണ്. പക്ഷേ അപ്പോഴാണ് എല്ലാവരും വയലിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞത്. പ്രഭാകരേട്ടൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഉപയോഗിച്ചൊക്കെയാണ് ഞാനങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് നേരെ നിയമസഭ കഴിഞ്ഞ് അദ്ദേഹം വന്നതേ ഉള്ളൂ. വരുന്ന വഴിക്കാണ് ഞാൻ പാടത്തിറങ്ങാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നതെന്ന് പ്രഭാകരേട്ടൻ പറയുകയും ചെയ്തു. ഞാൻ വേണ്ടത് മാറിയല്ല. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതലായി ഗൗരിക്കുന്ന ഒരു കാര്യം സൗന്ദര്യമാണ്. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇന്ന് ഈ പരിപാടിക്ക് വരാൻ വേണ്ടിയിട്ട് എത്ര നേരം നമ്മൾ കണ്ണാടിക്ക് മുമ്പിൽ നോക്കി കാണും? കണ്ണാടിക്ക് മുമ്പിൽ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് ഇറക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭുവനേശ്വരി അമ്മയുടെ ബോർഡ് വെച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരുങ്ങി റെഡിയായി വരണം, അല്ലാത്തവർക്ക് എന്റെ വീട്ടിൽ പ്രവേശിച്ചു? പക്ഷെ എങ്കിലും പാടത്തേക്ക് ഇറങ്ങുകയാണ് എവിടെയാലും മലയാളി പറയും ചത്ത് കിടന്നാലും ചമ്മന്തി കിടക്കണം എന്ന് പറയും. നമുക്കൊന്ന് ഒരുങ്ങുക എന്നുള്ളത്, ആ ഒരുങ്ങൽ എന്നത് നമ്മുടെ സൗന്ദര്യത്തെ കണക്കൂട്ടിലാണ്. എല്ലാവരും അവരവരുടെ സൗന്ദര്യത്തിന്റെ അടുത്ത് വലിയ ഏറ്റവും വലിയ, ഞാൻ ഈ കുഞ്ഞുങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്, ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യമാണ്. അതിനേക്കാൾ വലിയൊരു സൗന്ദര്യം വേറെയില്ല. അത് ആന്തരിക സൗന്ദര്യമാണ്. ബാഹ്യ സൗന്ദര്യത്തിന് വേണ്ടി ലക്ഷങ്ങൾ പൊടിക്കാൻ മടിയില്ലാത്ത മലയാളി ആന്തരിക സൗന്ദര്യം അഥവാ ആരോഗ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് രോഗങ്ങൾ കൂടുന്നതിന്റെ കാരണമായി വരുന്നത്. ആന്തരിക സൗന്ദര്യം ആരും കാണുന്നില്ല. അത് മനസ്സിലാക്കുന്ന ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. പിന്നെ അറിയുന്നത് അത് പരിഹരിക്കുന്ന ഡോക്ടർമാർക്കാണ് പിന്നെ പറ്റുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തകരാതിരിക്കാൻ നമുക്ക് വിഷരഹിതമായ ഭക്ഷണത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ജൈവ കൃഷിയുടെ പ്രാധാന്യം അതാണ്. ഈ കുഞ്ഞുങ്ങൾ അത് മനസ്സിലാക്കി വളരട്ടെ. അവർ ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവരായി ഈ കുഞ്ഞുങ്ങൾ വളരണം. അതിന് ഏതെങ്കിലും കടയിൽ നിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. നല്ല ഭക്ഷണത്തിന്റെ ആവശ്യകത ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കട്ടെ. അവർക്ക് കൂടുതൽ നാൾ ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ, അതാണ് സൗന്ദര്യം, അതോടെ ജീവിക്കാൻ കഴിയും. അതിന് നമ്മൾ മുതിർന്നവർ പിന്തുണ കൊടുക്കണം. നമ്മൾ മുതിർന്നവരാണ് ഈ കുഴപ്പം മൊത്തം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമ്മളാണ് ഈ പ്രശ്നം മൊത്തം സൃഷ്ടിക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ മുഖം നമുക്ക് ഓരോ പരിപാടി ഇടുമ്പോഴും അവരുടെ മുഖം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. 2 സ്കൂളിലെ കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ട്. അവർക്ക് പിന്തുണ കൊടുക്കുന്ന അധ്യാപകരുണ്ട്. എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഞാൻ 2 വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തെയ്യം താരോ തിന്താരോ തക തെയ്യം താരോ തിന്താരോ തെയ്യം താരോ തിന്താരോ തക തെയ്യം താരോ തിന്താരോ തെയ്യം താരോ തിന്താരോ